അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഈ ഉപ്പാന്റെ 2 മക്കളും ഹാഫിളാണ്. ഒരാൾ ഇതാണ്, മറ്റൊരാൾ ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, മാനസിക രോഗമൊക്കെ ബാധിച്ചിട്ട് അദ്ദേഹം വീട്ടിലാണ്. ഏകദേശം 69 വയസ്സുള്ള ഈ ഉപ്പ ജനിച്ച നാള് മുതൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കുക, തൻ്റെ മക്കളുമായിട്ട് ആ വീട്ടിൽ അന്തി ഉറങ്ങുക എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അതാണ്. പക്ഷേങ്കിൽ ആ ഒരു വീടിനായിട്ട് ഈ നാട് കഴിയുന്ന രീതിയിലൊക്കെ പരിശ്രമിച്ച് ഇന്ന് ആ വീട് ഒരു പാതി ഒരവസ്ഥയിൽ ഇങ്ങനെ. ഹോസ്പിറ്റലിന്റെ ഓണർ അബ്ബാസ് സാഹിബ് അവർക്ക് സ്ഥലം നൽകി, വീട് നാട്ടുകാരൊക്കെ കൂടി സഹായിച്ച് പാതി വഴിയിൽ നിൽക്കുകയാണ്. ഇനി ഏകദേശം 10 ലക്ഷം രൂപ കൂടിയിട്ട് അതിന് കണ്ടെത്താണ്. എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മാസത്തിൽ നിങ്ങളുടെയൊക്കെ സക്കാത്തിന്റെ വിഹിതം ഉണ്ടാവും. നമ്മൾ നോക്കുമല്ലോ, ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തെ, 2 ഹാഫിളായിട്ടുള്ള 2 മക്കളും അതുപോലെ തന്നെ ഈ ഉപ്പയും അടങ്ങുന്ന ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം ഈ കുടുംബത്തിന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വീട് എന്ന് പറയുന്ന അവരുടെ സ്വപ്നം പൂവണിയും. എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഈ നാട്ടിലുള്ള വാർഡ് മെമ്പറും അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. ഒരു 10 ലക്ഷം രൂപ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മുഹമ്മദ് ആസാദ് ഫാദിലിയാണ്. ഞാൻ 8 കൊല്ലം മതപഠനം നടത്തി. 8 കൊല്ലത്തോളം ഷാബുക്കയുടെ മഹലിൽ ജോലി ചെയ്ത, വയൽക്കരയിൽ ജോലി ചെയ്ത ആളാണ്. ഈ നിൽക്കുന്നത് എൻ്റെ ഉപ്പയാണ്. ഞാൻ ചെറുപ്പം മുതലേ വാടക വീട്ടിൽ കഴിയുന്ന ആളാണ്. ജ്യേഷ്ഠൻ സുഖമില്ല. ഇൻഷാ അല്ലാഹ് വീട് എന്നത് വലിയൊരു സ്വപ്നം തന്നെയാണ്. എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സഹകരണം. PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ മുപ്പത്തറം എരമം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ വീഡിയോയിൽ ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞതുപോലെ ഒരുപാട് മക്കൾക്ക് ഇൽമ് പകർന്നു നൽകിയ 2 ഹാഫിളായ ഉസ്താദുമാരൊരു കാര്യമാണ് വിളിക്കാൻ കൊണ്ടുവരുന്നത്. കിടക്കാനൊരു വീടില്ലാത്തൊരു മനുഷ്യൻ, തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഈ ഉസ്താദന്മാർക്ക് എന്ത് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും സഹായിക്കണേ. ഉസ്താദാണ്, മോന് ഹാഫിളാണ്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കണേ. ഈ റമദാൻ മാസത്തിൽ അവസാനത്തെ 10 കേട്ടോ, പുണ്യങ്ങൾ ഒരുപാട് ഉള്ള 10 കേട്ടോ. അവസാനത്തെ 10 എല്ലാവരും ഈ ഉപ്പാനെ ഒന്ന് ചേർത്ത് പിടിക്കുക.